ന്യൂനപക്ഷ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്നതെന്ന ആരോപണം ശക്തം. മലബാറിന്റെ വിവിധയിടങ്ങളിൽ വി.ഡി. അനുകൂല റാലികൾ നടത്തിയതിനു പിന്നിൽ ലീഗായിരുന്നു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായാൽ മലപ്പുറം ജില്ലാ വിഭജനമടക്കമുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ സാധ്യമാകുമെന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രതീക്ഷ. മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ചകൾ സജീവമാകുന്നതിനു മുൻപ് തന്നെ വി.ഡി. സതീശന് പരോക്ഷ പിന്തുണ പ്രഖ്യാപിച്ച് ലീഗ് നേതൃത്വം രംഗത്ത് വന്നിരുന്നു. യു.ഡി.എഫിലെ പ്രബല ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് കെ.സി. വേണുഗോപാലിനെ തള്ളി വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്നതിന് പിന്നിൽ ചില രഹസ്യ അജണ്ടകളുണ്ടെന്നാണ് ആരോപണം. മലപ്പുറം ജില്ലാ വിഭജനം, ഉപമുഖ്യമന്ത്രി സ്ഥാനം തുടങ്ങി ന്യൂനപക്ഷ പ്രീണനങ്ങൾ നടപ്പിലാക്കാൻ വി.ഡി. സതീശനിലൂടെ എളുപ്പം കഴിയുമെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ അനുമാനം. അതുകൊണ്ട് തന്നെയാണ് മറ്റ് ഘടകകക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായി വി.ഡി. സതീശനെ പിന്തുണച്ച് ലീഗ് നേതൃത്വം രംഗത്തുവരുന്നത്. കോൺഗ്രസിന് ഇത്തവണ ഒറ്റയ്ക്ക് 65 സീറ്റ് ലഭിച്ചത് ലീഗിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. മുസ്ലിം ലീഗിന്റെ തീരുമാനങ്ങൾ മുഖവിലക്കെടുക്കാതെയും മുന്നോട്ടു പോകാനുള്ള അംഗബലം കോൺഗ്രസിനുണ്ട്. അതിന്റെ സൂചനയായിരുന്നു മാത്യു കുഴൽനാടന്റെ വാക്കുകൾ. കോൺഗ്രസിന്റെ കാര്യങ്ങളിൽ ഘടകകക്ഷികളല്ല തീരുമാനമെടുക്കേണ്ടതെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ പരാമർശം. എം.എൽ.എമാരുടെ പിന്തുണ കെ.സി. വേണുഗോപാലിന് ലഭിക്കുമ്പോൾ വി.ഡി. സതീശന് വേണ്ടി മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് വലിയ ചരടുവലികളാണ് നടക്കുന്നത്. ലീഗിന്റെ അഭ്യർത്ഥനകളൊന്നും പാടെ തള്ളിയ ചരിത്രം കോൺഗ്രസിനില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് ലീഗിന് കൂടി തൃപ്തമാകുന്ന നിലപാടായിരിക്കും കോൺഗ്രസ് കൈക്കൊള്ളുക. ജനം, കോഴിക്കോട്.